ഇന്ന് നമ്മളെ നല്ലൊരു സലാഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സലാഡാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ടുള്ള ഒരു ടൈപ്പ് സലാഡല്ല കേട്ടോ. ഇത് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ സലാഡിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും അതുപോലെ ഒക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവറൊക്കെ എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിലെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രീൻ കളർ, യെല്ലോ, റെഡ് 3 കളർ ക്യാപ്സിക്കം, അതുപോലെ ബ്രൊക്കോളി, പിന്നെ ആപ്പിളും കുക്കുംബറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ ഗ്രേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, കുറേശ്ശെ മാത്രമേ എടുക്കുന്നേ ഉള്ളൂ. എല്ലാം നമ്മളിത് ഇതുപോലെ തൊലി അടക്കം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആപ്പിൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് ലാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളർ മാറിപ്പോവും. ബ്രൊക്കോളി ആണെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മളിത് അതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്രൊക്കോളിയൊക്കെ ചേർത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കി, പൈനാപ്പിളൊക്കെ ചേർത്തിട്ട്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് പൈനാപ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ 6 എണ്ണവും നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ റഷ്യൻ സലാഡ് അതുപോലെ മയോണൈസൊക്കെ ചേർത്തിട്ടൊക്കെ കണ്ടു. പക്ഷേ ഞാൻ ആ കഴിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ്റ് അല്ലായിരുന്നു കേട്ടോ, വേറെ എന്തൊക്കെയോ അതിൽ ചേർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ആ ഒരു ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തു. പച്ച നിലക്കടല, വറുക്കാത്ത നിലക്കടല, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഒരു മധുരത്തിനായിട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്തത്. അപ്പോൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് പാൽപ്പാടയുടെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തത്. ഇനി ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ക്രീം വേണം തോന്നിയപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോട്ടായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കഴിച്ചു നോക്കിയപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റാണ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ബ്രൊക്കോളിയും അതുപോലെ ക്യാപ്സിക്കൊക്കെ ഗ്രീൻ അത്ര വിലയില്ല, റെഡും യെല്ലോ ഒക്കെ നല്ല വിലയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.